എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മസിൽ പിടുത്തം, കോച്ചി പിടുത്തം അല്ലെങ്കിൽ മസിൽ ക്രാംസ് എങ്ങനെ ഉണ്ടാവുന്നു, അതെങ്ങനെ എന്ത് ചെയ്താൽ അത് ഒഴിവാക്കാം, അതിനെക്കുറിച്ചാണ്. വളരെ സാധാരണമായി കണ്ടുവരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളാണിത്. പെട്ടെന്ന് പേശികൾ മുറുകയും കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം. ശരീരത്തിന് ആവശ്യത്തിന് വെള്ളമില്ലാത്തത് പേശികളുടെ പ്രവർത്തനത്തെ ബാധിക്കും. 2. ലവണങ്ങളുടെ കുറവ്. രക്തത്തിലെ പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം എന്നീ ലവണങ്ങളുടെ അളവ് കുറയുന്നത് പ്രധാന കാരണമാണ്. 3. അമിതമായ അധ്വാനം. പേശികൾക്ക് താങ്ങാവുന്നതിലപ്പുറം വ്യായാമം ചെയ്യുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നത് കോച്ചിപ്പിടുത്തത്തിന് കാരണമാകും. 4. രക്തയോട്ടം കുറയുന്നത്. പേശികളിലേക്കുള്ള രക്തസഞ്ചാരം കുറയുന്നത് പ്രത്യേകിച്ച് ഉറങ്ങുമ്പോഴും മറ്റും മസിൽ പിടുത്തത്തിന് ഇടയാക്കും. 5. ഒരേ അവസ്ഥയിൽ ദീർഘനേരം ഇരിക്കുക. കാലുകൾ മടക്കി വെച്ചോ ഒരേ പൊസിഷനിലോ കുറേ നേരം ഇരിക്കുന്നത് പേശികളെ തളർത്തും. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഇനിയും പെട്ടെന്നുള്ള ആശ്വാസത്തിന് എന്ത് ചെയ്യണം? സ്ട്രെച്ചിങ്. മസിൽ പിടുത്തമുള്ള ഭാഗം സാവധാനം വലിക്കുക, സ്ട്രെച്ച് ചെയ്യുക. ഉദാഹരണത്തിന് കാലിലെ പേശിക്കാണെങ്കിൽ കാൽ വിരലുകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് ഗുണം ചെയ്യും. 2. മസാജ് ചെയ്യുക. വേദനയുള്ള ഭാഗം മൃദുവായി തടവുന്നത് പേശികളെ അയവുള്ളതാക്കാൻ സഹായിക്കും. 3. ചൂടോ തണുപ്പോ നൽകുക. പേശികൾ അയക്കാൻ ചൂട് പിടിക്കുന്നതോ ഹോട്ട് വാട്ടർ ബാഗ്, നീർവീക്കം ഉണ്ടെങ്കിൽ ഐസ് വയ്ക്കുന്നതോ നല്ലതാണ്. 4. വിശ്രമം. വേദനയുള്ള പേശിക്ക് കുറച്ചു നേരം പൂർണ്ണ വിശ്രമം നൽകുക. ഇനി ഇത് പ്രതിരോധിക്കാനുള്ള എന്തൊക്കെ ഉപായങ്ങളുണ്ട്? 1. ധാരാളം വെള്ളം കുടിക്കുക. ദിവസം മുഴുവൻ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. 2. ഭക്ഷണക്രമം. നേന്ത്രപ്പഴം, പൊട്ടാഷ്യം അടങ്ങിയത്, ഇളനീര്, നാരങ്ങ വെള്ളം, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 3. വ്യായാമത്തിന് മുൻപേ വാമപ്പ് ചെയ്യുക. കഠിനമായ ജോലികൾക്കോ വ്യായാമത്തിനോ മുൻപ് പേശികളെ തയ്യാറെടുപ്പിക്കുക. 4. ഉറങ്ങുന്ന രീതി. രാത്രിയിൽ കാലുകൾ കോച്ചി പിടിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ലഘുവായ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുക. ശ്രദ്ധിക്കുക, മസിൽ പിടുത്തം വിട്ടുമാറാതെ നിൽക്കുകയോ കാലുകളിൽ നീരും ചുവപ്പ് നിറവും ഉണ്ടാവുകയോ ചെയ്താൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് ഉചിതമായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.